പൗരാവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന് നാടിന്റെ അന്ത്യാഞ്ജലി. ഡിജോ കാപ്പന്റെ സംസ്കാര കർമ്മങ്ങൾ ഔദ്യോഗിക ബഹുമതികളോടെ പാലക്കാട് ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ നടന്നു. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉപഭോക്തൃ അവകാശങ്ങൾക്കും ജനകീയ പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ശക്തമായ നേതൃത്വം നൽകിയ ഡിജോ കാപ്പൻ ഓർമ്മയായി. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച അന്തരിച്ച ഡിജോ കാപ്പന്റെ സംസ്കാര കർമ്മങ്ങൾ പാലക്കാട് ചെറുപുഷ്പം പള്ളിയിൽ നടന്നു. ശനിയാഴ്ച വൈകിട്ട് പാലക്കാട്ടെ വസതിയിലെത്തിച്ച ഡിജോ കാപ്പന്റെ ഭൗതിക ശരീരം കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പൊതുജനങ്ങളും ബന്ധുക്കളും അടക്കം ആയിരങ്ങളെത്തി. മന്ത്രിമാരായ വി.എൻ. വാസവൻ, റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, എം.പിമാരായ ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ആന്റു ആന്റണി, എം.എൽ.എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പി.ജെ. ജോസഫ്, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ചാണ്ടി ഉമ്മൻ, ഉമാ തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, നഗരസഭാധ്യക്ഷ ദിയ ബിനു, ജോയി എബ്രഹാം തുടങ്ങിയവരും പ്രമുഖ വ്യക്തിത്വങ്ങളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മീനച്ചിൽ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് പുഷ്പചക്രം അർപ്പിച്ചു. സംസ്കാര കർമ്മങ്ങൾ പാലക്കാട്ടെ വസതിയിൽ 2 മണിയോടെ ആരംഭിച്ചു. പാലാരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പാലക്കാട് ചെറുപുഷ്പം പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജനകീയ പ്രശ്നങ്ങളുടെ മുന്നണി പോരാളിയായി പൗരാവകാശങ്ങൾക്കും നിയമനിർവഹണത്തിനും വേണ്ടി പോരാടിയ ഡിജോ കാപ്പന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗവും നടന്നു. മന്ത്രിമാരും എം.പിമാരും എം.എൽ.എമാരും ജനനേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് ഡിജോ കാപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.